ബ്ലോക്ക് പഞ്ചായത്ത് ചവറ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. RSPയിലെ S. ലാലുവിന്റെ പത്രികയാണ് തള്ളിയത്. ദേവസ്വം ബോർഡ് ജീവനക്കാരനായതിനാലാണ് പത്രിക തള്ളിയത്. ചവറ ബ്ലോക്ക് പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രികയാണ് വരണാധികാരി തള്ളിയത്. ചവറ ബ്ലോക്ക് പഞ്ചായത്തിലെ ചവറ ഡിവിഷനിൽ പത്രിക നൽകിയ RSPയിലെ S. ലാലുവിന്റെ പത്രികയാണ് തള്ളിയത്. ഈ വരുന്ന മാസം 9-ാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ എന്നെ RSP പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു ജീവനക്കാരനാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ 2005-ലെ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ജീവനക്കാരനായി ഇരിക്കുമ്പോൾ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പെർമിഷൻ വാങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ ചവറ ഡിവിഷനിൽ മത്സരിക്കുകയും ചവറ ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 2700 വോട്ട്, ഇന്നേ വരെ ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത്രയും ഭൂരിപക്ഷം ഒരു മെമ്പർക്കും വിജയിച്ച സ്ഥാനാർത്ഥിക്കും കിട്ടിയിട്ടില്ല. ആ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരാളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് നോമിനേഷൻ കൊടുക്കുന്നതും. നോമിനേഷൻ കൊടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അനുമതിക്ക് വേണ്ടി ഞാൻ കൂടാതെ എന്നെ കൂടാതെ മറ്റ് പല സ്ഥാനാർത്ഥികളും ജീവനക്കാരായി ഉള്ളവർ മത്സരിക്കാൻ വേണ്ടി അനുമതി തേടുകയും ഞങ്ങളുടെ ഫയൽ, ഈ അനുമതി തേടിയുള്ള ഫയൽ ദേവസ്വം കമ്മീഷണറുടെ മേശപ്പുറത്തെത്തുകയും ആ ഫയൽ ദേവസ്വം കമ്മീഷണർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഉത്തരവുണ്ട്, ബോർഡ് കോർപ്പറേഷൻ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഉത്തരവ്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം കമ്മീഷണർ ഇത് ബോർഡിൽ വെക്കാതെ ഇതിൻ്റെ നിയമോപദേശം തേടി ദേവസ്വത്തിൻ്റെ ലീഗൽ ഒപ്പീനിയന് വേണ്ടി വെച്ചു. ആ ലീഗൽ ഒപ്പീനിയനിൽ ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയിൽ നിന്നും ജഡ്ജിയായി വിരമിച്ച അഡ്വക്കേറ്റ് ഗോപകുമാർ സാറിൻ്റെ ചേംബറിലാണ് ഇത് വെക്കുന്നത്. അദ്ദേഹം ഇതിനകത്ത് ഈ ഫയലിൽ എഴുതിയ നോട്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വയംഭരണാവകാശമുള്ള സ്ഥാപനമാണെന്നും ഗവൺമെൻറ്റിൻ്റെ 1 രൂപ പോലും ഷെയറായി ഇതിനകത്ത് പങ്കാളിത്തമില്ലെന്നും ബോർഡ് തീരുമാനിച്ചാൽ ബോർഡിൻ്റെ ജീവനക്കാരന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നും എഴുതിയ നോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വൃശ്ചിക മാസം 1-ാം തീയതി ശബരിമലയിൽ വെച്ച് കൂടിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ യോഗത്തിൽ ഈ ലീഗൽ ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബഹുമാനപ്പെട്ട മുൻ ചീഫ് സെക്രട്ടറി ജയകുമാർ സാർ അധ്യക്ഷനായുള്ള ബോർഡ് തീരുമാനമെടുത്ത് ഞങ്ങൾക്ക് മത്സരിക്കുവാനുള്ള അനുമതി തന്നു. ദേവസ്വം ബോർഡിൽ സ്ഥിര ജീവനക്കാരനായതുകൊണ്ടാണ് പത്രിക തള്ളിയതെന്ന് വരണാധികാരി പറഞ്ഞു. ഇന്നലെ നോമിനേഷൻ്റെ സൂക്ഷ്മ പരിശോധനാ ദിവസം ചില എതിർ സ്ഥാനാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ, പരാജയഭീതി പൂണ്ട എതിർ സ്ഥാനാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചില ഉദ്യോഗസ്ഥരെ സ്വാധീനം ചെലുത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ ഈ അനുമതി പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോമിനേഷൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിക്കുവാനുള്ള ഒരു പൗരൻ്റെ അവകാശത്തെ നിഷേധിക്കുന്ന തരത്തിലാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് ROയുടെ ഭാഗത്തു നിന്നുണ്ടായ നിലപാടും നടപടി. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ UTUCയുടെ നേതാവും ചവറ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗവുമാണ് S. ലാലു. UDF ഡെമ്മി സ്ഥാനാർത്ഥിയായി RSPയുടെ വിദ്യാർത്ഥി വിഭാഗമായ PSU സംസ്ഥാന നേതാവായിരുന്ന ആനന്ദ് ഷൈൻ പത്രിക നൽകിയിട്ടുണ്ട്. ഈ പത്രിക സ്വീകരിച്ചു. പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലായിരുന്നു ലാലു. CPM നേതാവ് PR രജിത്താണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. ന്യൂസ് ബ്യൂറോ, ചവറ.